ഉത്തർപ്രദേശിൽ ഒരിക്കൽ കൂടി രാഹുൽ ഗാന്ധി കളത്തിലേക്ക് ഇറങ്ങുന്നു. അനുപെട്ട വയനാടിനൊപ്പം അമേഠിയും കഴിഞ്ഞ തവണയും മത്സരിച്ചാണ്, ഇത്തവണയും സ്മൃതി ഇറാനിക്ക് എതിരെ മത്സരിക്കാൻ ഇറങ്ങുന്നു രാഹുൽ. എന്താണ് ഈ കോൺഗ്രസിന്റെ നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെക്കേ ഇന്ത്യ വടക്കേ ഇന്ത്യ എന്ന നിലയിലുള്ള ഒരു വേർതിരിവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വളരെ സജീവമാണ്. അപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രം മത്സരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് ഉത്തരേന്ത്യയിൽ രാഹുൽ ഈ തെക്ക് ചർച്ചകൾക്കൊപ്പം മാത്രമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് തെക്ക് ചർച്ചകൾക്കൊപ്പം മാത്രമാണ്. വടക്കേ ഇന്ത്യയിലെ ജനങ്ങളെ ഇവർ മാറ്റി നിർത്തുകയാണെന്നുള്ള ചർച്ച വീണ്ടും സജീവമാക്കി കൊണ്ടുവരാൻ BJPക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലെ ഒരു സീറ്റിൽ എന്തായാലും രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന ആവശ്യം വളരെ സജീവമാണ്. അത് കോൺഗ്രസിനകത്ത് മാത്രമല്ല, രാഹുൽ എന്തിനാണ് വയനാട്ടിൽ മത്സരിക്കുന്നത്, ഇവിടെ ഇന്ത്യ സഖ്യത്തിൽ തന്നെയുള്ള CPIക്കെതിരെയുള്ള മത്സരം എന്നൊക്കെ ആനി രാജയും ഒപ്പം CPMന്റെ പ്രധാനപ്പെട്ട നേതാവ് ബൃന്ദ കാരാട്ടുമൊക്കെ ചോദിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അപ്പം അതിലെ പ്രധാനപ്പെട്ട കാര്യം, അതുകൊണ്ട് വയനാടിനപ്പുറത്തൊരു സീറ്റ് രാഹുൽ ഗാന്ധി മത്സരിക്കണം. അപ്പം ചർച്ചകളിൽ വന്നത് എന്തുകൊണ്ട് അമേഠിയിൽ തന്നെ വീണ്ടും മത്സരിച്ചു കൂടാ എന്നതാണ്. കഴിഞ്ഞ തവണ വമ്പൻ ഭൂരിപക്ഷത്തിനൊന്നുമില്ല, 55,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സ്മൃതി ഇറാനി അവിടെ വിജയിച്ചത്. രാഹുൽ ഗാന്ധി രാജ്യത്താകമാനം മറ്റിടങ്ങളിൽ പ്രചാരണത്തിലായിരുന്നു, സ്മൃതി ഇറാനി അവിടെ തന്നെ മണ്ഡലത്തിൽ പ്രചാരണത്തിലായിരുന്നു. അപ്പോൾ രാഹുൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അവിടെയുള്ള മറ്റ് സഖ്യകക്ഷിയുടെ സമാജ്വാദി പാർട്ടിയുടെ ഒക്കെ ഒരു പിന്തുണയോടുകൂടി ഉറപ്പായും വിജയിക്കാമെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്, ഇന്ത്യ സഖ്യത്തിനുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും അമേഠിയിലേക്ക് രാഹുൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിയാണ്. അപ്പോഴും ഈ വയനാട് ഉൾപ്പെടെ, അല്ലെങ്കിൽ വയനാടിന് പുറമെ ദക്ഷിണയിൽ തന്നെ മറ്റൊരു സീറ്റ് തെലങ്കാനയിൽ ഉൾപ്പെടെ കേട്ടിരുന്നു. അപ്പോൾ അതല്ല അമേഠിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് പിന്നിലുള്ള നീക്കം, അതായത് വയനാടിന് പുറമെ രാഹുൽ പ്രധാനമായി പരിഗണിച്ചിരുന്ന ഒരു സീറ്റ് തെലങ്കാനയിലെ ഖമ്മം സീറ്റായിരുന്നു. ഖമ്മം സീറ്റിൽ ഉറപ്പായും വിജയം ഉണ്ടാവുമെന്ന് തെലങ്കാന PCC ഇവിടെ ദേശീയ നേതൃത്വത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. പക്ഷേ അതിലുള്ള പ്രശ്നം, ഖമ്മവും തെലങ്കാനയും ഒക്കെ തെക്കേ ഇന്ത്യയിൽ തന്നെയാണ്, വടക്കേ ഇന്ത്യയിലേക്ക് വരുന്നില്ല. വടക്കേ ഇന്ത്യയിൽ കഴിഞ്ഞ തവണയും ഒരു മാർക്കുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഉത്തർപ്രദേശിൽ ഈ ഒരു സീറ്റിൽ മാത്രം കോൺഗ്രസ് വിജയിക്കുന്നു, സിറ്റിംഗ് സീറ്റൊന്ന് പരാജയപ്പെടുന്നു. മധ്യപ്രദേശിലാകെ ഒരു സീറ്റിൽ മാത്രം വിജയിക്കുകയാണ്. രാജസ്ഥാനിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഛത്തീസ്ഗഡിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല. അതല്ലെങ്കിൽ മറ്റ് വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങൾ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് പോലെ എടുത്തു കഴിഞ്ഞാൽ കാര്യമായ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പം ഈ വീണ്ടും വയനാട് ഒഴിവാക്കി ഖമ്മത്തേക്ക് പോയി കഴിഞ്ഞാൽ അതും തെക്കേ ഇന്ത്യയാണ്, വടക്കേ ഇന്ത്യയെ വീണ്ടും ഇവർ മാറ്റി നിർത്തുകയാണെന്നുള്ള ചർച്ച വരും. അതുകൊണ്ടാണ് ഖമ്മവും ഒഴിവാക്കി അമേഠിയിൽ തന്നെ വീണ്ടും മത്സരിക്കാവുന്ന ഒരു ധാരണയിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. ഒപ്പം തന്നെ ഉത്തർപ്രദേശിൽ അമ്മ വിജയിച്ച സീറ്റിലേക്ക് ഇത്തവണ വരുന്നത് മകളാണ്, റായ്ബറയിലേക്ക് പ്രിയങ്ക വരുന്നു. അപ്പോഴുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, പ്രഖ്യാപനം അടുത്ത ദിവസം നാളെയാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുക. അതിൽ പ്രാഥമികമായി ചർച്ച നടക്കും. 2-3 ദിവസത്തിനൊക്കെ പ്രഖ്യാപനം ഉണ്ടാകും. എന്തായാലും പ്രിയങ്ക ഗാന്ധി തന്നെയാവും റായ്ബറയിൽ എന്നുള്ള ഏതാണ്ട് ഉറപ്പാണ്. കാര്യം കഴിഞ്ഞ തവണ വമ്പൻ ഭൂരിപക്ഷത്തിൽ സോണിയാഗാന്ധി വിജയിച്ച മണ്ഡലമാണ് ഈ റായ്ബറയിൽ. ഈ സോണിയാഗാന്ധി തവണ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തി. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോകാം, പകരം പ്രിയങ്ക ഗാന്ധി എന്ന ചർച്ച അപ്പോൾ തന്നെ വന്നതാണ്. പക്ഷേ അപ്പോഴും നേരത്തെ ഉള്ള ഒരു സ്ഥിതിയൊന്നുമല്ല UP ഇപ്പോഴുള്ളത്. റായ്ബറയിൽ തന്നെ നിന്ന് വിജയിക്കാൻ കഴിയുമെന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നോക്കേണ്ടതില്ല. പ്രിയങ്കയ്ക്ക് ഒരു ഇമേജ് ഉണ്ട്, പ്രിയങ്ക വിജയിച്ചു വരും എന്നതാണ് പൊതുവേ ഉള്ള കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും വിലയിരുത്തൽ. റായ്ബറയിലേക്ക് പോകുമ്പോൾ വിജയസാധ്യത ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ എന്നാലും ശരിയാണ്, ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നു, പ്രിയങ്ക ഗാന്ധി ഉണ്ട്. എതിരെയാണെങ്കിൽ വാരണാസിയിൽ മോദിയും അമേഠിയിൽ തന്നെ വലിയ വലിയ നേതാക്കളാണ് ഈ ഗാന്ധി കുടുംബത്തിൽ ഉൾപ്പെടെ എതിരെ മത്സരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു മത്സരം ഉത്തർപ്രദേശിൽ